ഹലോ, രാവിലെ ആദിക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ് മാത്രമേ ഉണ്ടാക്കിയുള്ളൂ കേട്ടോ. അതുകൊണ്ട് തന്നെ ഞാൻ ആദിയെ കൊണ്ട് സ്കൂളിലാക്കിയിട്ട് വന്നതിന് ശേഷം നേരെ കിച്ചണിലോട്ട് കയറി. എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ഇത്തിരി ബ്രേക്ക്ഫാസ്റ്റൊക്കെ നല്ല ചൂടോടെ കഴിക്കാനാണ് ഇഷ്ടം കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ ചെയ്തത്. അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് ദോശയും പിന്നെ ഈ ചമ്മന്തിയുടെ പേര് സവാള ചമ്മന്തി എന്ന് പറയണോ തക്കാളി ചമ്മന്തി എന്ന് പറയണോ എന്ന് എനിക്ക് അറിഞ്ഞൂടെ കേട്ടോ. ഇതെനിക്കൊരു ചേച്ചി പറഞ്ഞ റെസിപ്പിയാണേ. അപ്പോൾ ഇത് ഭയങ്കര എളുപ്പവും എന്നാൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചമ്മന്തിയാണ് കേട്ടോ. അപ്പോൾ ഇത് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ എനിക്ക് മാത്രമാണ് ഈ ലോകത്ത് അറിഞ്ഞുകൂടാതിരുന്നത് എനിക്ക് അറിഞ്ഞുകൂടാ കേട്ടോ. ഇത് ചിലപ്പോൾ എല്ലാവർക്കും അറിയായിരിക്കും കേട്ടോ. ഞാനുണ്ടാക്കുന്നത് ചൂടായ വെളിച്ചെണ്ണയിലേക്ക് സവാള ഇട്ട് കൊടുത്ത് ആവശ്യത്തിന് ഉപ്പിട്ട് വഴറ്റിയതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിന് തക്കാളി ഇട്ട് കൊടുത്തിട്ട് പിന്നെ ഈ മല്ലിയില ഇടാൻ ചേച്ചി പറഞ്ഞില്ല. പിന്നെ എനിക്ക് മല്ലിയില ഭയങ്കര ഇഷ്ടമാണ്. മല്ലിയില ഫാനായതുകൊണ്ട് തന്നെ ഞാനൊന്ന് ഇട്ട് കൊടുക്കുകയാണ്. അതിൻ്റെ മണം ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള മുളക് പൊടി, ഓരോരുത്തർക്കും ഓരോ എരിവാണല്ലോ, അതനുസരിച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഈ ചമ്മന്തി ഉണ്ടാക്കുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ ദോശ ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ സൈഡ് ബിസിനസ്സുകൾ എന്താണെന്ന് വെച്ചാൽ പാത്രം കഴുകലൊക്കെ അതിൻ്റെ കൂട്ടത്തിൽ നടക്കുന്നുണ്ട് കേട്ടോ. അത്ര എളുപ്പമുണ്ട് കേട്ടോ ഈ ചമ്മന്തി ഉണ്ടാക്കാൻ. പിന്നെ ഈ ചമ്മന്തി ഒന്ന് ഈ വഴണ്ട് ആകുമ്പോഴത്തേക്കും നമുക്ക് ഓഫ് ചെയ്യാം കേട്ടോ. പിന്നെ കുറച്ചൊന്ന് തണുക്കാൻ വെക്കണം. ഞാൻ പിന്നെ അത്ര തണുക്കാനൊന്നും വെച്ചില്ല, ചെറിയ ചൂടോടെ കഴിക്കാമെന്ന് വിചാരിച്ചിട്ടിട്ടുണ്ട്. മിക്സിയുടെ ജാറിലൊക്കെ ഇത്ര ചൂടോടെ ഇടാമോ ഒക്കെ ചെയ്തുകൂടാന്നാണ് പറയണത് കേട്ടോ. അപ്പം ഞാൻ നേടെ ഒന്ന് മിക്സിയിലിട്ടൊന്ന് അടിച്ച് എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അടിച്ച് എടുത്തതിന് ശേഷം ഇത് ഇങ്ങനെ ഇരിക്കും. നല്ല വഴണ്ടിരിക്കുന്നതുകൊണ്ട് തന്നെ പെട്ടെന്ന് നമുക്ക് നല്ല പേസ്റ്റ് രൂപത്തിൽ കിട്ടും കേട്ടോ. പിന്നെ ചിലർ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുകയാണ് ചെയ്യണത് കേട്ടോ. ഞാൻ ചിലപ്പോൾ ക്രഷ് ചെയ്തും എടുക്കും, എന്നാൽ ഇങ്ങനെ പേസ്റ്റ് രൂപത്തിലാക്കി എടുക്കും കേട്ടോ. പിന്നെ കാപ്പിയുടെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് കട്ടൻ ചായ ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ ഇത് ചേട്ടന് വേണ്ടി എടുത്ത് വെക്കുന്നതാണ് ദോശ. ഞാൻ എന്തായാലും പ്ലേറ്റ് ഇന്ന് എടുക്കണില്ല, അതിന് കാരണമുണ്ട് കേട്ടോ. അപ്പോൾ ചേട്ടന് ആവശ്യത്തിനായിട്ടുള്ള ചമ്മന്തിയൊക്കെ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് ചേട്ടനുള്ളതായിട്ടുണ്ട്. പിന്നെ ഞങ്ങൾക്ക് വേണ്ട കട്ടനൊക്കെ അത് ഒഴിച്ച് എടുക്കുന്നുണ്ട്. പിന്നെ ഞങ്ങൾ നേരെ ടി വിയൊക്കെ കണ്ട് കഴിക്കാൻ പോവുകയാണ്. അപ്പം ഞാൻ പ്ലേറ്റ് എടുക്കില്ല എന്ന് പറഞ്ഞതിൻ്റെ കാര്യം ഇതാണ് കേട്ടോ. കാരണം ഈ ചമ്മന്തി എനിക്കിഷ്ടമുള്ള കറികളൊക്കെ ഉണ്ടാക്കണം. അതാണെങ്കിൽ ഞാൻ ആ പാത്രത്തിൽ തന്നെ ദോശയിട്ട് കാപ്പിയൊക്കെ ഇട്ട് കഴിക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ. ബൈ.